സോഷ്യൽ മീഡിയ വന്നതോടെ സിനിമ സ്പോർട്സ് താരങ്ങളെക്കാൾ എളുപ്പത്തിൽ കിട്ടാവുന്ന ബ്രാൻഡ് അംബാസഡർമാരായി മാറി ഇൻഫ്ലുവൻസേഴ്സ്. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിലും കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയും ഒക്കെ ഇവർക്കായി പല മാർഗരേഖകളും പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ധാരണയുള്ളവർ വളരെ വിരളമാണ്. സാധാരണ ഫുഡിനെയും ഹോട്ടൽ സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അവരുടെ ആധികാരികമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പൊള്ളയാണെങ്കിലും ആളുകൾക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാറില്ല. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ആധികാരികമായി ഉപദേശം നൽകുന്ന ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അഥവാ ഫിൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് മുൻകൂട്ടി കണ്ട് സെബി ഇത്തരം ഫിൻഫ്ലുവൻസേഴ്സിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സായി സെബിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം. റിസർച്ച് അനലിസ്റ്റോ ഫിനാൻഷ്യൽ അഡ്വൈസറായോ രജിസ്റ്റർ ചെയ്തവരും ലാഭം നേടാനുള്ള കുറുക്കുവഴികളും സൂത്രങ്ങളും പറയാതെ കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷൻ നടത്തുന്നവർക്ക് മാത്രമാണ് സെബിയുടെ മാർഗരേഖ പ്രകാരം ഇനി ഫിൻഫ്ലുവൻസേഴ്സായി രംഗത്തെത്താൻ പറ്റുക.